Baby, you don't know what you do to me. Between me and you, I feel like chemistry. I won't let no one come and take. ഹലോ ഹായ്. ഇന്ന് ഞാനുള്ളത് ഫെബിൻ്റെ പുരയിലാണ്. ഫെബി എൻ്റെ ഉമ്മച്ചീൻ്റെ ഏട്ടത്തിൻ്റെ മോള്. ഞാനിവിടെ കൂടാൻ വന്നേ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വ്ളോഗ് ഇവിടെ കൂടാൻ വന്നതിൻ്റെ അല്ല. എൻ്റെ വേറൊരു കസിൻ ഉണ്ട്, ഫിനു. അവളിവിടെ കോഴിക്കോട് MBBS പഠിക്കാൻ മെഡിക്കൽ കോളേജിൽ. നോക്കിയപ്പോൾ എക്സാമിൻ്റെ ടൈമൊക്കെയാണ്, പഠിക്കുകയൊക്കെ ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഞാനൊന്ന് ബീച്ചിലൊക്കെ പോകാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി താഴോട്ട് ഇറങ്ങി. ഫെബിൻ്റെ ഹസ്ബൻഡ് ഇർഫോക്കയും റെഡിയായി നിൽക്കുന്നുണ്ട്. റിച്ചു ആണെങ്കിൽ റിച്ചു പുതിയ വ്ളോഗ് തുടങ്ങിയേക്ക് അതിൻ്റെ ഷോർട്സൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാറ് കയറി. ഞങ്ങളിപ്പം ആദ്യം പോകുന്നത് ഫിനുവിൻ്റെ അടുത്തേക്കാണ്. ഫിനുവിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ കോട്ടയം പഠിക്കുന്നല്ലോ. അന്നേരം എനിക്ക് എപ്പോഴും ഒന്നും ലീവൊന്നും കിട്ടിയല്ല. ഇപ്പം എനിക്ക് തേർഡ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞ് ഒരാഴ്ച സെം ബ്രേക്ക് കിട്ടിയതാണ്. അങ്ങനെ സെം ബ്രേക്ക് കിട്ടിയാലും ഞങ്ങളെ കണ്ടിട്ട് കുറേ കാലമായി. അതിൻ്റെ കുറേ കാലത്തിന് ശേഷം കാണുന്ന എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഓണങ്ങ് കോഴിക്കോട്, ഞാനങ്ങ് കോട്ടയം ഒക്കെ പഠിക്കാനുള്ള ഒരു ബുക്ക് ഇർഫൂക്കാനോട് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഞങ്ങളിപ്പോൾ അവളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബുക്കും കൊണ്ട് ഇർഫൂക്ക വരുന്നുണ്ട്, വിളിക്കുമ്പോഴത്തേക്ക് റോഡ് മലയൊക്കെ ഇറങ്ങിക്കണം എന്നാണ് പറഞ്ഞത്. അന്നേരം അവൾ വിചാരിക്കുന്നത് ഞാളൊന്നും ഇല്ല, ഇർഫൂക്ക മാത്രമേ ഉള്ളൂ. ഞാളൊന്നും ഉള്ളത് അവൾ അറിയേയില്ല. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. All I need, personality, everything you do, makes me love. ഇവിടെയാണ് ഫിനുവിൻ്റെ ഹോസ്റ്റൽ. ഇർഫൂക്ക അവളെ വിളിച്ചിട്ട് എത്തിക്ക് റോഡ്മലേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞിക്ക്. നേരം ഫെബി അന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനും റിച്ചും ഇവിടെ ഒളിച്ച് നിൽക്കുക. അവൾ വരുന്നുണ്ട്. അവൾ അടുത്തെത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തിറങ്ങാനാണ് പ്ലാന്. ഓക്കെ, ഇപ്പോൾ 2 സർപ്രൈസ് ആയത്. ഒന്ന് ഞങ്ങൾ വന്ന് സർപ്രൈസ് ആക്കി. പിന്നെ രണ്ടാമത്തെ ഞാൻ പല്ലിന് ക്ലിപ്പിട്ടിട്ടുള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. ആക്ച്വലി ഞാൻ പല്ലിന് ക്ലിപ്പിട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. അന്നേരം അതുമൊക്കെ ഭയങ്കര സർപ്രൈസായി. ഞാൻ പല്ലിന് ക്ലിപ്പിട്ട് കണ്ടേരം എൻ്റെ മുഖം മാറിപ്പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടേനു. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫീസും വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ ഇർഫൂക്ക ആണെങ്കിൽ ബോക്സിങ് ചാമ്പ്യനാണ്. അന്നേരം റിച്ച് എനിക്കും ബോക്സിങ് പഠിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കുറച്ച് അടി കൂടി. പിന്നെ ഇപ്പോൾ കത്തിയടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിനുവിൻ്റെ ഫ്രണ്ടുണ്ട് ലിക്സ, ഓളെയും കൂടിയും വിളിക്കുക. ഓളും അറിയാലോ ഞാളൊന്നും ഉള്ളത്. നേരെ ഓളെയും കൂടിയും വിളിച്ചിട്ട് ഓളെയും കൂടിയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അന്നേരം ഓളെ വിളിച്ച്. ലിക്സ ആണ് ഗൈസ് വരുന്നത്. അങ്ങനെ ലിക്സൻ്റെ അടുത്തും ഫിനുവിൻ്റെ അടുത്തൊക്കെ കുറേ കത്തിയടിച്ച് അങ്ങനെ ഞങ്ങൾ പോവുക ഗൈസ്. അവരോട് രണ്ടാളോടും ബൈ പറഞ്ഞു ഞങ്ങൾ പുറപ്പെട്ടു. ഈ കാണുന്നതാണ് ഫിനുവിൻ്റെ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കാലിക്കറ്റ്. ഇനി ഞങ്ങൾ ബീച്ചിലോട്ടാണ് ഗൈസ് പോകുന്നത്. ബീച്ചിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ചില്ലാക്കാം. ഇപ്പം തന്നെ സമയം കുറച്ച് ലേറ്റായി. ഇതാണ് ബീച്ച് റോഡ്. ഞങ്ങൾ ബീച്ച് റോഡിലെത്തി. ഈ ബീച്ച് റോഡ് കാണുമ്പോൾ തന്നെ ഒരു സുഖം. ബീച്ചിലെത്തിയപ്പോൾ റിച്ച് ഇനിയും പിടിച്ച് വലിച്ച് ഓളെ വ്ളോഗിലേക്കുള്ള ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ കടലാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയൊന്നുമല്ല. ഇപ്പം ഇങ്ങനെ കരിയിലെത്തിക്കും, മഴക്കാലമായതിനെ കൊണ്ടായിരിക്കും. പിന്നെ ഞാളാണെങ്കിൽ ഇട്ടാപ്പൊട്ടി വാങ്ങി. ഇട്ടാപ്പൊട്ടി ഇങ്ങനെ നിലത്തിട്ട് പൊട്ടിക്കുന്നത്, അത് പിടിച്ച് കളിക്കാൻ നല്ല സുഖമാണ്. ബീച്ചിൽ വന്നപ്പോഴും അത് വാങ്ങണം. പിന്നെ ഞങ്ങൾ കുറേ ഇട്ടാപ്പൊട്ടിയുണ്ട് കളിക്കുകയൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് ഫുൾ കളി തന്നെയായിരുന്നു. റിച്ചിൻ്റെ മേത്തറയും ഞാളെ മേത്തറയും ഇർഫോക്കെ ഞങ്ങളെല്ലാവരെയും മേത്തറയും. ഫെബി വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഫെബിക്കും കുറേ കിട്ടിയേക്കും, ഫെബിൻ്റെ മേത്തേക്കും കുറേ എറിഞ്ഞൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ചില്ലാക്കി. നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം? 12:25. 12:25. എത്ര ലേറ്റ് ആയാലും ഈ കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ കണ്ടോ? കോഴിക്കോട് ബീച്ചിൽ എപ്പോഴും നിറച്ച ആൾക്കാരായിരിക്കും, അതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ അടുത്തത് കപ്പിൾസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കയറാം. രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാപ്പൊട്ടി എറിയുക. അത് കഴിഞ്ഞ് റിച്ചു കത്തിയടിക്കാൻ തുടങ്ങി. ഓളെ കോളേജിലത്തെ കാര്യം, ഫ്രണ്ട്സിൻ്റെ കാര്യം എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറേ നേരം ഓളെ കത്തിയടിയും കേട്ട് കുറേ നേരം അങ്ങ് പോയി. നട്ടപ്പാതിരാക്ക് ബീച്ചിൽ വന്ന് കത്തിയടിക്കാൻ
വല്ലാത്ത പെരാന്ത് തന്നെ അല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ മലാപ്പറമ്പിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, 24/7 പ്രവർത്തിക്കുന്ന ഷോപ്പിൻ്റെ പേര് എന്നോട് മറന്നുപോയി. ഒരു ജ്യൂസിൻ്റെയൊക്കെ റീല് ഫേമസ് ആയ ഷോപ്പാണ്. ഇപ്പോൾ ആക്ച്വലി സമയം 1:08 അന്നേരം ഞങ്ങൾ ഈ ഷേക്ക് കുടിക്കാൻ പോവുകയാണ് ഗൈസ്. ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് എന്താ മറിയ പൂത എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ട്. ഞാനും ഫെബിയും റിച്ചും മറിയ ഓർഡർ ചെയ്ത്, ഇർഫാണ് ബട്ടർ സ്കോച്ച് ഓർഡർ ചെയ്ത്. അങ്ങനെ ഷേക്ക് വന്നു, ഞങ്ങൾ കുടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇപ്പോൾ തന്നെ സമയം 2:30 ആയി. അപ്പോൾ ഞങ്ങൾ ഈ ഷോർട്ട് നൈറ്റ് ഔട്ട് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.